നമസ്കാരം, വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ 3 ബാപ്റ്റിസ്റ്റ് പാസ്റ്റർമാരെ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി. സംഭവം പാസ്റ്റർമാർ സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങവേ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 3 വർഷങ്ങൾക്ക് ശേഷവും മണിപ്പൂരിൽ ക്രൈസ്തവരുടെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. പാർട്ടി അണികളെക്കാൾ കൂടുതൽ ക്രൈസ്തവർ രാജ്യത്ത്. ചൈനയിൽ ക്രൈസ്തവ സഭയുടെ വളർച്ച തടയാൻ ബൈബിൾ തിരുത്തി എഴുതുന്നതടക്കം കടുത്ത നിയന്ത്രണങ്ങളുമായി ഭരണകൂടം. പാസ്റ്റർ എസ് എബ്രഹാം പെന്തക്കോസ്ത് മിഷൻ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ. 100-ലധികം പേർ കൊല്ലപ്പെട്ടു. 217 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. 9 മാസത്തിനിടെ നേരിട്ട വെല്ലുവിളി വിവരിച്ച നൈജീരിയൻ കത്തോലിക്ക സഭ. യുവ ക്രൈസ്തവർക്കിടയിൽ ബൈബിൾ വായനയും താല്പര്യവും വർദ്ധിക്കുന്നു. പുതിയ ഗ്ലോബൽ സർവേ ഫലം പുറത്ത്. ആരാധനാലയങ്ങൾക്ക് മുന്നിലെ അതിക്രമങ്ങൾ തടയാൻ പുതിയ നിയമം. സേക്രഡ് ആക്ടുമായി അമേരിക്ക. ഈജിപ്തിൽ 191 ക്രിസ്തീയ ആരാധനാലയങ്ങൾക്ക് കൂടി ഔദ്യോഗിക അനുമതി. മധ്യപ്രദേശിൽ വീണ്ടും പാസ്റ്റർമാർ കസ്റ്റഡിയിൽ. ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതായി പരാതി. ഇറാന്റെ ആക്രമണം. UAE-യിൽ സ്കൂളുകളും കോളേജുകളും അടച്ചു. നിലവിൽ ഓൺലൈൻ പഠനം. കുവൈറ്റിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി DGCA. ഔദ്യോഗികവും അംഗീകൃതവുമായ വിമാന കമ്പനികളിൽ നിന്നല്ലാതെ ടിക്കറ്റുകൾ എടുക്കരുതെന്ന് മുന്നറിയിപ്പ്. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട്. ബൈബിൾ വിതരണം ജീവിതവ്രതമാക്കിയ ഒരു നിയമസഭാ സാമാജികൻ. വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന 3 ബാപ്റ്റിസ്റ്റ് സഭാ പാസ്റ്റർമാരെ അജ്ഞാത ആയുധധാരികൾ വെടിവെച്ച് കൊലപ്പെടുത്തി. മണിപ്പൂരിലെ കാങ്പോക്ലി ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ പാസ്റ്റർമാരടക്കം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. തദോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റ് അടക്കം സഭയുടെ പ്രമുഖ നേതാക്കളായ പാസ്റ്റർമാരാണ് കൊല്ലപ്പെട്ടത്. മണിപ്പൂരിലെ തദോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റും കുക്കി വിഭാഗത്തിൽ ഏറ്റവും മുതിർന്ന സഭാ നേതാവുമായ റവറൻ ഡോക്ടർ ഉംതാങ് സിറ്റ്ലൌ, സഭാ നേതാക്കളായ പാസ്റ്റർ കൈ ഗൗലൻ ലഹൌ, പാസ്റ്റർ പൗ ഗൗലൻ സിറ്റ്ലൌ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മെയ് 13-ന് ചുരാചാന്ദ്പൂർ ജില്ലയിലെ കാങ്പോക്പിക്കും ലംകയ്ക്കും ഇടയിലുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നടന്ന സമാധാന സമ്മേളനത്തിന് ശേഷം പ്രതിനിധി സംഘം കാങ്പോങ് പട്ടണത്തിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അക്രമികൾ ബാപ്റ്റിസ്റ്റ് ചർച്ചിന് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തിയത്. സായുധ നാഗ ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുക്കി വക്താവ് പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റവരിൽ മറ്റ് 4 പാസ്റ്റർമാരും 2 ഡ്രൈവർമാരും ഉൾപ്പെടുന്നു. അതേസമയം സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകുമെന്ന് ഭയപ്പെടുന്നുമുണ്ട്. കുക്കി സോ മെയ്തി സംഘർഷം ആരംഭിച്ച് 3 വർഷമായിട്ടും സമാധാനം പുനഃസ്ഥാപിക്കാൻ അധികാരികൾക്ക് കഴിയാതിരിക്കെയാണ് 2 പ്രധാന തദ്ദേശീയ ക്രിസ്ത്യൻ സമൂഹങ്ങളായ കുക്കികളും നാഗകളും തമ്മിൽ ഇപ്പോൾ പുതിയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 18-ന് ഉംഗ്രൂൽ ജില്ലയിൽ 2 നാഗാ പുരുഷന്മാർ പതിയിരിപ്പുകാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ കുക്കികളും നാഗകളും തമ്മിലുള്ള ബന്ധം അക്രമാസക്തമാവുകയായിരുന്നു. കുക്കികളല്ല അതിന്റെ പിന്നിലെന്ന് വ്യക്തമാക്കിയിട്ടും നാഗകൾ പ്രശ്നം രൂക്ഷമാക്കാനാണ് ശ്രമിച്ചത്. തുടർന്ന് നടന്ന സംഘർഷത്തിൽ 10 പേരെങ്കിലും കൊല്ലപ്പെടുകയും നിരവധി ഗ്രാമങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ഐക്യത്തെ തകർക്കുമെന്ന ഭീഷണി ഉയരുന്നതിനിടെ ഇത് സംബന്ധിച്ച സമാധാന ചർച്ചകൾക്ക് വേണ്ടി പോയ മടങ്ങിവരവെയാണ് പാസ്റ്റർമാർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ വിവിധ ക്രിസ്തീയ സംഘടനകളും സഭാ നേതാക്കളും ശക്തമായി പ്രതിഷേധിച്ചു. യുണൈറ്റഡ് ബാപ്റ്റിസ്റ്റ് ചർച്ചസ് കൗൺസിൽ, ഫെലോഷിപ്പ് ഓഫ് നാഗ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻസ് എന്നിവയുൾപ്പെടെ നിരവധി സഭാ സംഘടനകൾ കൊലപാതകങ്ങളിൽ ഞെട്ടലും ദുഃഖവും പ്രകടിപ്പിച്ചു. മണിപ്പൂരിലെ യുദ്ധം ചെയ്യുന്ന തദ്ദേശീയ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഭാ നേതാക്കൾ അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പ്രദേശത്തെ പ്രമുഖ സഭാ നേതാക്കന്മാർ കൊല്ലപ്പെട്ടതിൽ തങ്ങളുടെ ഹൃദയം തകർന്നതായി കത്തോലിക്ക ബിഷപ്പുമാർ ഒരു സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അക്രമം മുറിവുകളെ ആഴത്തിലാക്കുകയും കഷ്ടപ്പാടുകൾ ദീർഘിപ്പിക്കുകയും നമ്മുടെ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്ന ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും ബിഷപ്പുമാർ കൂട്ടിച്ചേർത്തു. മണിപ്പൂരിലെ യുദ്ധം ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കിടയിൽ സമാധാനത്തിന് അഭ്യർത്ഥിച്ചു. സമാധാന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സഭാ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഈ ക്രൂരമായ ആക്രമണം അത്യന്തം ദുഃഖകരവും അപലപനീയവുമാണെന്ന് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ പ്രസ്താവിച്ചു. കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. മണിപ്പൂരിൽ തുടരുന്ന വർഗീയ സംഘർഷങ്ങൾക്കിടയിൽ ക്രിസ്തീയ സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സമാധാനത്തിനുമായി പ്രവർത്തിച്ചിരുന്ന നേതാക്കളുടെ മരണത്തിൽ
രാജ്യത്തുടനീളമുള്ള ക്രിസ്തീയ സമൂഹം അനുശോചനം രേഖപ്പെടുത്തി. മ്യാൻമറിന്റെ അതിർത്തിയിലുള്ള മണിപ്പൂരിൽ പ്രധാനമായും ക്രിസ്ത്യാനികളായ കുക്കി, സോ ഗോത്ര സമൂഹങ്ങളും പ്രധാനമായും ഹിന്ദുക്കളായ മെയ്തേയ് സമൂഹവും തമ്മിലുള്ള വംശീയാക്രമണം 2023 മെയ് മുതലാണ് അരങ്ങേറിയത്. സംഘർഷത്തിൽ 260-ലധികം പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും 60,000-ലധികം പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. മണിപ്പൂരിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ കുക്കി, സോ, ഹിന്ദു, മെയ്തി സമുദായങ്ങൾക്കിടയിൽ 3 വർഷം മുൻപ് ആരംഭിച്ച വംശീയ സംഘർഷത്തിന് ഇപ്പോഴും അവസാനമില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂട്ടകലാപങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ സായുധവും രക്തരൂക്ഷിതവുമായ ആക്രമണങ്ങൾ ഈ പ്രദേശത്തെ യഥാക്രമം കുക്കികൾ, മെയ്തീസ് എന്നീ 2 വംശീയ മേഖലകളായി വിഭജിച്ചു. ക്രിസ്ത്യാനികൾക്കും മറ്റ് നിവാസികൾക്കും സുരക്ഷിതമായി കടക്കാൻ കഴിയാത്ത സർക്കാർ സുരക്ഷാ പട്രോളിംഗ് ബഫർ സോണുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചും ഇതേ അവസ്ഥ തന്നെയാണ്. മണിപ്പൂരിനെ വംശീയമായി വേർപെടുത്തിയ അക്രമം, കൊലപാതകങ്ങൾ ഇതൊക്കെയും ആരംഭിച്ചപ്പോഴുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയിൽ 3 വർഷം പൂർത്തിയാക്കുകയാണ്. അനിവാര്യമായ മതപരമായ വേർതിരിവോടെയാണത്. ജോൺ ഡയാൽ ദി ക്വിൻഡിൽ എഴുതി. 2026 ഫെബ്രുവരിയിൽ 1 വർഷം നീണ്ടുനിന്ന ഫെഡറൽ രാഷ്ട്രപതി ഭരണം അവസാനിച്ചതിനെ തുടർന്ന് പരിഹരിക്കപ്പെടാത്ത വംശീയ പരാതികൾ ചൂണ്ടിക്കാട്ടി നിലവിലെ മുഖ്യമന്ത്രി യൂം നാം ഖേംചന്ദ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംസ്ഥാന ഭരണകൂടത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കുക്കി, സോ ക്രിസ്ത്യൻ സമൂഹം ഏറെക്കുറെ തീരുമാനിച്ചിരുന്നു. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ PUCL ഇൻഡിപെൻഡന്റ് പീപ്പിൾസ് ട്രൈബ്യൂണൽ 2025 ഓഗസ്റ്റിലെ അതിന്റെ റിപ്പോർട്ടിൽ ഭരണകൂടം അക്രമം അനുവദിച്ചുവെന്നോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തുവെന്നോ ഉള്ള തരത്തിൽ അതിജീവിച്ചവരുടെ വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ സംഘർഷം സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായ കുടിയിറക്കം, വേർതിരിവ്, മതപരമായ ആചാരങ്ങൾക്ക് തടസ്സങ്ങൾ എന്നിവയുമുണ്ട്. 2026 മാർച്ച് വരെയുള്ള ഔദ്യോഗിക രേഖകൾ പ്രകാരം 174 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 58,821 പേർ ഇപ്പോഴും കഴിയുന്നുണ്ട്. 7,894 വീടുകൾ തകർന്നു. 2,646 വീടുകൾ ഭാഗികമായി നശിച്ചു. കുക്കി, സോ സമുദായത്തിലെ പല ക്രിസ്ത്യാനികൾക്കും തലസ്ഥാന മേഖലയായ ഇംഫാൽ താഴ്വരയിലെ അവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് മടങ്ങാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവരുടെ സ്വത്ത് നശിപ്പിക്കപ്പെട്ടതോ മറ്റുള്ളവർ കൈവശപ്പെടുത്തിയതോ ആണ് കാരണം. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വഷളാകുന്നതിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തരവും നിർണായകവുമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. കത്തിൽ UCFന്റെ വടക്ക് കിഴക്കൻ മേഖലയുടെ വക്താവ് ടോക്കോ ടെക്കി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അശാന്തിയെ ഗുരുതരവും വർദ്ധിച്ചു വരുന്നതുമായ മാനുഷിക പ്രതിസന്ധി എന്ന് വിശേഷിപ്പിച്ചു. സമുദായങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ അക്രമങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്നതിനും വീടുകൾ നശിക്കുന്നതിനും കുടുംബങ്ങളെ കുടിയിറക്കുന്നതിനും സാധാരണക്കാർക്കിടയിൽ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു. യുണൈറ്റഡ് നാഗ കൗൺസിൽ, മണിപ്പൂർ സമഗ്രതയ്ക്കുള്ള ഏകോപന സമിതി, കുക്കി ഇൻപി മണിപ്പൂർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സാമൂഹ്യാടിസ്ഥാനത്തിലുള്ള സംഘടനകളോട് സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി കൂട്ടായി പ്രവർത്തിക്കാൻ ഫോറം അഭ്യർത്ഥിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കുടുംബങ്ങൾ പാൽ, ശുദ്ധജലം, ആവശ്യത്തിന് ഭക്ഷണം തുടങ്ങിയ അവശ്യ വസ്തുക്കൾക്കായി ബുദ്ധിമുട്ടുകയാണ്. ആരാധനാലയങ്ങൾ സുരക്ഷിതമാക്കാനും പുനഃസ്ഥാപിക്കാനും ഇന്ത്യയിലെ സുപ്രീം കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും 3 വർഷങ്ങൾക്ക് ശേഷവും പല സഭകൾക്കും ഒത്തുകൂടാൻ പോലും സ്ഥിരമായ ഒരു സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ മെയ്തി ആധിപത്യമുള്ള താഴ്വരയിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറിയവർ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് തുടർച്ചയായി പീഡനങ്ങൾ നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഇനി മറ്റു വാർത്തകളിലേക്ക്. 130 ദശലക്ഷത്തോളം ചൈനീസ് ക്രിസ്ത്യാനികളും ഭൂഗർഭ സഭയുടെ തുടർച്ചയായ വളർച്ചയും ഉള്ളതിനാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ചൈനയിൽ ഉണ്ടെന്ന് ഹാർഡ്വേർഡ് ഗ്ലോബൽ സ്ഥാപകൻ ടീന റാമരസ് തന്മൂലം ബൈബിൾ അധിഷ്ഠിത ഉപദേശ സഭയെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനും തങ്ങളുടെ വരുതിക്ക് വരുന്നവരെ പാർട്ടിക്ക് തത്വങ്ങൾ അനുസരിച്ച് നിലനിർത്താനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധ തരത്തിൽ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ചൈനീസ് സർക്കാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കൂടുതൽ സഭാ വളർച്ചയിലേക്ക് നയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ബൈബിളിനെ തന്നെ ലക്ഷ്യം വെക്കാൻ അത് കാരണമായി. ബൈബിൾ തിരുത്തുന്നതിനെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെ ഒരു അപ്ഡേറ്റ് എന്നാണ് അധികാരികൾ വിശദീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളെ പ്രതിഫലിക്കാത്ത ബൈബിൾ ഭാഗങ്ങൾ നീക്കം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്.
എന്നിട്ടും ക്രിസ്ത്യാനികളെ അവരുടെ വിശ്വാസം നിഷേധിക്കാൻ നിർബന്ധിക്കാനുള്ള ഈ ശ്രമങ്ങളിലെല്ലാം ചൈനക്കാർ പരാജയപ്പെടുകയാണ്. ഹാർഡ്വേർഡ് ഗ്ലോബലിലെ സ്ഥാപകയായ ടിന റാമിറസ് പറയുന്നു, അതിനാൽ ഇപ്പോൾ അവർ അതിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരുന്നു. ചൈനീസ് ക്രൈസ്തവരെ ആശയക്കുഴപ്പത്തിലാക്കാനും ക്രിസ്ത്യാനികളാകുന്നത് തടയാനും തിരുവെഴുത്ത് മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ് ടീന വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചുള്ള ഭാഗം ഒരു ഹൈസ്കൂൾ പാഠപുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിഷ്കരിച്ചത് ഇപ്രകാരമാണ്. ഇത് യഥാർത്ഥ ബൈബിൾ വിവരണത്തെ വളച്ചൊടിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പാപം ചെയ്ത ഒരു സ്ത്രീയെ കല്ലെറിയാൻ ശ്രമിച്ച കോപാകുലരായ ജനക്കൂട്ടത്തോട് യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. അവന്റെ വാക്കുകൾ അവരുടെ ചെവിയിലെത്തിയപ്പോൾ അവർ മുന്നോട്ട് നീങ്ങുന്നത് നിർത്തി. എല്ലാവരും പുറത്തു പോയപ്പോൾ യേശു ആ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് ഞാനും ഒരു പാപിയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇവർ ബൈബിൾ ഭാഗങ്ങൾ തിരുത്തി പുതിയ തലമുറയെ അടിച്ചേൽപ്പിക്കുന്നത്. ചൈന എയ്ഡിന്റെ പ്രസിഡന്റ് ബോബ് ഫു പറയുന്നു, ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള ബൈബിളുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. എല്ലാ ബൈബിൾ ആപ്പുകളും ബൈബിളുകളുമായി ബന്ധപ്പെട്ട ആപ്പുകളും എല്ലാ കൊമേഴ്സ് ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തു. ദശലക്ഷക്കണക്കിന് ചൈനീസ് ക്രിസ്ത്യൻ കുട്ടികളെ പരസ്യമായി വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു ഫോമിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു. പള്ളികളിൽ കുട്ടികൾ എത്തുന്നു എന്നറിയാൻ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം നിയന്ത്രണമാണ്. അവർ എപ്പോഴും നിയന്ത്രണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. വോയിസ് ഓഫ് ദി മാർട്ടേഴ്സിലെ ടോഡ് നെറ്റിൽട്ടൺ പറയുന്നു, അവർ സുവിശേഷത്തെ കാണുന്നു. ക്രിസ്ത്യൻ സന്ദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിയന്ത്രണം എടുത്തു കളയുന്ന ഒന്നായി അവർ കാണുന്നു. അതിനാൽ ബൈബിളിന്റെ ഈ പുതിയ സോഷ്യലിസ്റ്റ് വിവർത്തനം സഭയെ നിയന്ത്രിക്കാനും ആളുകളെ നിയന്ത്രിക്കുന്നതിനും പാർട്ടിയുടെ താല്പര്യങ്ങൾ നിറവേറ്റാൻ അവരെ സഹായിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി അവർ കാണുന്നു. എന്നാൽ ക്രിസ്തുമതത്തെ യഥാർത്ഥത്തിൽ തങ്ങളോടൊപ്പം സഹകരിപ്പിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു ചുവടുവയ്പ് മാത്രമാണിതെന്നാണ് പാർട്ടി അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ചൈനീസ് പാസ്റ്ററുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണാധികാരികൾ ഒരിക്കലും തടവിലാക്കപ്പെടാൻ കഴിയാത്ത ഒരു ശത്രുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തോൽക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ദി പെന്തക്കോസ്ത് മിഷൻ സഭയുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി അടയാർ സെൻട്രൽ പാസ്റ്റർ S. എബ്രഹാം അരുൾരാജ് നിയോഗിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ട ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസിന്റെ ഒഴിവിലേക്കാണ് അദ്ദേഹത്തെ സഭ തെരഞ്ഞെടുത്തത്. ചെന്നൈ ഇരുമ്പല്ലൂരിൽ നടന്ന മുൻ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസിന്റെ സംസ്കാര ശുശ്രൂഷയ്ക്കിടയിലാണ് ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യു പ്രഖ്യാപനം നടത്തിയത്. 1977 TPM സഭയുടെ ശുശ്രൂഷകനായിട്ടായിരുന്നു തുടക്കം. കേരളമടക്കം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മിഡിൽ ഈസ്റ്റിലും സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ബംഗളൂരു ഫ്രൈസർ ടൗൺ സ്വദേശിയായ പരേതരായ സുന്ദർരാജ് സ്വർണ ദമ്പതികളുടെ മകനാണ്. സഹോദരി മദർ റൂത്ത് ആസ്ട്രേലിയ TPM സഭാ ശുശ്രൂഷക. സഭയുടെ ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യു, അസോസിയേറ്റഡ് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ G. ജയം എന്നിവർ തുടരും. നൈജീരിയയിലെ തറാവ സംസ്ഥാനത്തെ ഉഗാരി കത്തോലിക്ക സമൂഹത്തിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ അരങ്ങേറിയത് സമാനതകളില്ലാത്ത ആക്രമണം. 2025 സെപ്റ്റംബർ മുതൽ ഇതുവരെ രൂപത പരിധിയിൽ 100-ലധികം പേർക്കാണ് വിവിധ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഇവരെല്ലാം ക്രൈസ്തവർ തന്നെയാണ്. 2017 ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും അക്രമ സംഭവങ്ങളെ തുടർന്ന് 1 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. തെക്കൻ തറാബയിലുടനീളം പ്രത്യേകിച്ചും തക്കൂം, ടോങ്ക തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും യാങ്തു മേഖലയിലും സായുധ കുറ്റവാളികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി ബിഷപ്പ് മാർക്ക് നുസ്കുവെയിൻ വെളിപ്പെടുത്തി. രൂപതയുടെ രേഖകൾ പ്രകാരം 16 വൈദികർ ഉൾപ്പെടെ 98,000-ലധികം ആളുകളെയാണ് ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചതെന്നും 217 ക്രൈസ്തവ ആരാധനാലയങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 8 വൈദികരുടെ മന്ദിരങ്ങളും നശിപ്പിക്കപ്പെട്ടു. 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. മേഖലയിൽ ഭൂമി കയ്യേറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നതായും രൂപത വെളിപ്പെടുത്തി. കുടിയിറക്കപ്പെട്ടവരുടെ പൂർവിക ഭൂമി കുറ്റവാളികൾ കൈയടക്കുകയാണ്. പ്രദേശത്തെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഫെഡറൽ സർക്കാരും സുരക്ഷാ ഏജൻസികളും മുൻകൈ എടുക്കണമെന്നും കുടിയിറക്കപ്പെട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും രൂപതയുടെ നേതൃത്വം ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ക്രൈസ്തവ വിരുദ്ധ പീഡനം കൊണ്ട് പൊറുതിമുട്ടിയ രാജ്യമാണ് നൈജീരിയ. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV.
ലോകമെമ്പാടുമുള്ള യുവജനങ്ങളായ ക്രൈസ്തവരിൽ ബൈബിളിൽ താല്പര്യം വർദ്ധിക്കുന്നതായി പുതിയ ആഗോള സർവേ ഫലം. 15 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ളവരുടെ ഇടയിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള മനോഭാവത്തെ പഠിച്ച പത്മോസ് യൂത്ത് റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പത്മോസ് ഇനിഷ്യേറ്റീവ്, യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി എന്നിവയുമായി സഹകരിച്ച് പ്രമുഖ സർവേ ഏജൻസിയായ ഗാലപ്പാണ് സർവേ നടത്തിയിരിക്കുന്നത്. 85 രാജ്യങ്ങളിലും വിവിധ പ്രദേശങ്ങളിലുമായി ഏകദേശം 91,000 ആളുകളിൽ നിന്ന് ഗവേഷകർ പ്രതികരണങ്ങൾ ശേഖരിച്ചിരുന്നു. സർവേ സംഘാടകർ ശേഖരിച്ച പ്രതികരണങ്ങളിൽ ഏകദേശം 28,700 എണ്ണം യുവജനങ്ങളുടേതാണെന്ന് ഗവേഷക ഏജൻസി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ട് അനുസരിച്ച് 18-നും 24-നും ഇടയിൽ പ്രായമുള്ള ക്രൈസ്തവ യുവജനങ്ങൾ മുൻകാല യുവ തലമുറകളെക്കാൾ കൂടുതൽ പതിവായി ബൈബിൾ വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സർവേയിൽ പറയുന്നു. ലോകമെമ്പാടുമുള്ള യുവജന ക്രിസ്ത്യാനികളിൽ പകുതിയോളം പേർ എല്ലാ ആഴ്ചയും ബൈബിൾ വായിക്കാനോ പഠിക്കാനോ സമയം കണ്ടെത്തുന്നുവെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ വിശ്വാസം ചർച്ച ചെയ്യുന്നതിലും ബൈബിൾ സംഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലും പലരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ലാറ്റിൻ അമേരിക്ക, സബ് സഹാറൻ ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ ദൈവവിശ്വാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് തുടരുന്നതിനാൽ മേഖലയിൽ ബൈബിളിന് ശക്തമായ സ്വാധീനമുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ 81% ക്രൈസ്തവ യുവജനങ്ങളും വിശ്വാസം തങ്ങൾക്ക് വ്യക്തിപരമായി പ്രധാനമാണെന്ന് ഏറ്റുപറയുന്നുണ്ടെന്ന് ഗവേഷക ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. ആഗോളതലത്തിൽ സർവേയിൽ പ്രതികരിച്ചവരിൽ ക്രിസ്ത്യാനികളല്ലാത്തവർ ഉൾപ്പെടെ 70% പേരും ബൈബിളിലെ സംഭവകഥകൾ കുട്ടികൾക്ക് വിലപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നവരാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഹാർവെസ്റ്റ് USA. അമേരിക്കയിലെ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ വിശ്വാസികൾ നേരിടുന്ന അതിക്രമങ്ങളും ഭീഷണികളും തടയുന്നതിനായി പുതിയ ഫെഡറൽ നിയമം വരുന്നു. ഡെമോക്രാറ്റിക് പ്രതിനിധി ടോം സുവോസിയും റിപ്പബ്ലിക്കൻ പ്രതിനിധി മാക്സ് മില്ലറും സംയുക്തമായാണ് സേഫ് ഗാർഡിംഗ് ആക്സസ് ടു കോൺഗ്രിഗേഷൻസ് ആൻഡ് റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഫ്രം ഡിസ്റപ്ഷൻ എന്ന നിയമം അവതരിപ്പിച്ചത്. നാസൗ കൗണ്ടിയിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ ബിൽ പുറത്തിറക്കിയത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തങ്ങളുടെ വിശ്വാസം ഭയരഹിതമായി പിന്തുടരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. നിലവിൽ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ വെച്ച് വിശ്വാസികളെ ഉപദ്രവിക്കുന്നത് തടയാൻ പ്രത്യേക ഫെഡറൽ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ വിടവ് നികത്താൻ പുതിയ നിയമം സഹായിക്കും. ഒരു ആരാധനാലയത്തിന്റെ 100 അടി ചുറ്റളവിൽ ആരാധകരെ തടയുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ഫെഡറൽ കുറ്റകൃത്യമാകും. ഈ 100 അടി ചുറ്റളവിനുള്ളിൽ ഒരാളെ ശല്യം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ ലക്ഷ്യമിട്ട് 8 അടി ഉള്ളിലേക്ക് അടുക്കുന്നത് നിരോധിക്കും. വിശ്വാസികളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും കർശനമായ ഫെഡറൽ പിഴകളും ശിക്ഷകളും ലഭിക്കും. സിനഗോഗുകൾ, പള്ളികൾ, മോസ്കുകൾ, ഹിന്ദു മന്ദിരങ്ങൾ, സിഖ് ഗുരുദ്വാരകൾ എന്നിവയ്ക്ക് മുന്നിൽ സമീപകാലത്തായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആന്റി ഡിഫമേഷൻ ലീഗിന്റെ കണക്ക് പ്രകാരം 2024 മാത്രം 9,300-ലധികം വിദ്വേഷ സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ ജൂതന്മാരിൽ 55% ഭയം കാരണം തങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ഹാർവെസ്റ്റ് USA. ഇസ്ലാമിക് ഭൂരിപക്ഷ രാജ്യമായ ഈജിപ്തിൽ 191 ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് കൂടി ഔദ്യോഗിക അനുമതി നൽകുവാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ക്രിസ്തീയ ദേവാലയങ്ങളുടെയും അനുബന്ധ സേവന കെട്ടിടങ്ങളുടെയും പദവി നിയമവിധേയമാക്കുന്നതിന് ചേർന്ന സമിതിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദ്ബൗലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭവന, ഊർജ, നഗര സാമൂഹ്യ വകുപ്പ് മന്ത്രി റാൻഡ എൽ മെൻഷാവിയും നിരവധി മന്ത്രാലയങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിയമവിധേയമാക്കാൻ അപേക്ഷിച്ച ആരാധനാലയങ്ങളുടെ അവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിന് ശേഷം നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ കമ്മിറ്റി അവലോകനം ചെയ്തതായി മന്ത്രിസഭയുടെ ഔദ്യോഗിക വക്താവ് മുഹമ്മദ് എൽ ഹോസാനി പറഞ്ഞു. യോഗത്തിൽ 191 ചർച്ചുകളുടെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നിയമവിധേയമാക്കലിന് കമ്മിറ്റി അംഗീകാരം നൽകി. അതേസമയം കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നിയമവിധേയമാക്കിയ പള്ളികളുടെയും കെട്ടിടങ്ങളുടെയും ആകെ എണ്ണം 3,804 ഉയർന്നു. 2016 ഓഗസ്റ്റ് 30-നാണ് ഈജിപ്ത് പാർലമെന്റ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ നിർമ്മാണവും പ്രതിഫലനവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തിയത്. സർക്കാർ അനുമതിയില്ലാതെ നിർമ്മിച്ച ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കും അനുബന്ധ കെട്ടിടങ്ങൾക്കും നിയമപരമായ അനുമതി നൽകാൻ 2016 പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ചിരുന്നു. ഇതിൻ പ്രകാരമാണ് വിവിധ പരിശോധനകൾക്ക് ശേഷം അനുമതി നൽകുന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അംഗീകാരവും അനുമതിയും ലഭിക്കുന്നത്.
അംഗീകാരം ലഭിച്ച ആരാധനാലയങ്ങളിൽ ഭൂരിഭാഗവും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് നിർമ്മിക്കപ്പെട്ടവയുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ആദിവാസി വിഭാഗത്തിലുള്ളവരെ മതപരിവർത്തനം ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് മധ്യപ്രദേശിലെ ഗുണ ജില്ലയിലെ മോഹൻപൂർ ഖൂർദ് ഗ്രാമത്തിൽ നിന്നുള്ള 2 പാസ്റ്റർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാസ്റ്റർ ഉത്തം ബറേല, പാസ്റ്റർ വികാസ് ബറേല എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ നടത്തുന്ന പ്രാർത്ഥനാ യോഗങ്ങളുടെ ചിത്രങ്ങളടക്കം തെളിവാക്കി അവയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ബജ്രംഗ് ദളിലെ ഒരു അംഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ക്രിസ്തുമതത്തിലുള്ള വിശ്വാസത്തിലൂടെ ഭേദമാക്കാമെന്ന് അവകാശപ്പെട്ട് പാസ്റ്റർമാർ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതായും ആദിവാസി സമൂഹങ്ങളെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതിനായി ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതായും പരാതിയിൽ ആരോപിക്കുന്നു. രോഗശാന്തിയിലൂടെ പരിവർത്തനം നടത്തുന്നുവെന്നും യോഗങ്ങളിൽ മാംസഭക്ഷണം വിതരണം ചെയ്തുവെന്നും പരാതിയിലുണ്ട്. മതം മാറാൻ വിസമ്മതിച്ചവരെ തുടർന്നും പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും FIR-ൽ പറയുന്നു. മതം മാറി ക്രിസ്ത്യാനിയായില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും FIR-ൽ പറയുന്നു. മീറ്റിംഗ് നടത്തിയതിന്റെ പന്തലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് തെളിവായി നൽകിയിരിക്കുന്നത്. ആരാധനയും പ്രാർത്ഥനയും ചെറുതും വലുതുമായ ക്രിസ്തീയ സമ്മേളനങ്ങൾ നടത്തുന്നതുമായ പാസ്റ്റർമാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയും ഉത്തരേന്ത്യയിൽ വ്യാജ മതപരിവർത്തന പരാതികൾ നൽകി അവരെ അറസ്റ്റ് ചെയ്യിക്കുന്നതുമായ രീതി ഇപ്പോൾ വ്യാപകമാണ്. നാഷണൽ ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഇനി ഗൾഫ് വിശേഷങ്ങളുമായി അറേബ്യൻ വാർത്തകൾ. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി. വെള്ളിയാഴ്ച വരെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനായാണ് പ്രവർത്തിക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം 3 മണിക്കൂറിനുള്ളിൽ 5 തവണയാണ് ഇറാൻ വ്യോമാക്രമണം നടത്തിയത്. ഏപ്രിൽ 9 നിലനിൽക്കുന്ന വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു ഭരണാധികാരികൾ. 10 മിനിറ്റിന് ശേഷം ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചു. രാജ്യാന്തര വിമാനങ്ങളിൽ തീപിടുത്ത നിഴൽ പടർന്ന ആക്രമണത്തെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. സമുദ്ര സുരക്ഷ ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സമാധാനം സംരക്ഷിക്കണമെന്നും ഇറാനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. UAE-യിൽ 12 ബാലിസ്റ്റിക് മിസൈൽ, 3 ക്രൂസ് മിസൈൽ, 4 ഡ്രോണുകൾ എന്നിവയാണ് ആക്രമണം നടത്തിയത്. 3 മണിക്കൂറിനുള്ളിൽ 5 തവണ ആക്രമണമുണ്ടായി. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഹോർമുസ് കടലിടുക്കിൽ അബുദാബി നാവിയ ഓയിൽ കമ്പനിയുടെ എണ്ണ ടാങ്കറുകൾ ഇറാൻ ആക്രമിച്ചു. 2 ഡ്രോണുകളാണ് ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയത്. വൈകിട്ടോടെ ഹോർമുസ് കടലിടുക്കിൽ മിസൈൽ ആക്രമണം മൂലം ലിമിറ്റഡ് ദുബൈയിൽ വീണ്ടും തീപിടിച്ചു. പിന്നാലെ ഫുജറയിൽ ആക്രമണം ഉണ്ടായി എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. കുവൈറ്റിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രവർത്തനാനുമതികൾ ലഭിക്കാത്ത വിമാന കമ്പനികളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയോ റിസർവേഷൻ നടത്തുകയോ ചെയ്യരുതെന്ന് കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തെ വ്യോമ ഗതാഗതം നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായാണ് അറിയിപ്പ്. കുവൈറ്റ് എയർവേസും ജസീറ എയർവേസും മാത്രമാണ് നിലവിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തിവരുന്നത്. മറ്റൊരു വിമാന കമ്പനികൾക്കും ഇതുവരെ ഔദ്യോഗിക പ്രവർത്തനാനുമതി ലഭിച്ചിട്ടില്ലെന്നും DGCA വക്താവ് അബ്ദുള്ള അൽ രാസ്ഖി വ്യക്തമാക്കി. ഇനി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് നോക്കാം. ബൈബിൾ വിതരണം ജീവിതവ്രതമാക്കിയ ഒരു തമിഴ്നാട് നിയമസഭാ സാമാജികൻ. തമിഴ്നാട്ടിലെ ഒരു വിശ്വാസിയും ബൈബിൾ ഇല്ലാതെ ചർച്ചിലേക്ക് വരരുതെന്ന് ഞാൻ തീരുമാനിച്ചു. പറയുന്നത് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ ശ്രീ JCD പ്രഭാകരനാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം പാർട്ടിയെ, അതായത് TVK പ്രതിനിധീകരിച്ച് ചെന്നൈയിലെ 1000 ലൈറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ശ്രീ JCD പ്രഭാകർ. 2026 മെയ് 12 ചൊവ്വാഴ്ച അദ്ദേഹം തമിഴ്നാട് നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ ബൈബിൾ വിതരണത്തിനുള്ള താല്പര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. ഒരിക്കൽ ഒരു പള്ളിക്ക് പുറത്തു നിൽക്കുമ്പോൾ നിരവധി വിശ്വാസികൾ ബൈബിൾ ഇല്ലാതെ പള്ളിയിൽ പ്രവേശിക്കുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രാർത്ഥനയ്ക്കായി പോവുകയാണെങ്കിലും മിക്ക പേരുടെ കയ്യിലും ബൈബിൾ ഇല്ല. അത് ശരിയല്ലെന്ന് തനിക്ക് തോന്നി. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദൈവവചനവും കൂടെ വേണം. 4000 രൂപ വിലയുള്ള ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ 50 തമിഴ് ബൈബിളുകൾ അന്ന് വാങ്ങി വിതരണം ചെയ്തു. താമസിയാതെ എല്ലാ മാസവും ആയിരക്കണക്കിന് ബൈബിളുകൾ വിതരണം ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയായി അത് വളർന്നു.
സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ അധ്യാപകൻ തിരുവെഴുത്തുകൾ വായിക്കാനും സുവിശേഷ ലഘുലേഖകൾ വിതരണം ചെയ്യാനും പ്രോത്സാഹിപ്പിച്ചപ്പോൾ എന്നിൽ അതേപോലെ ചെയ്യാൻ ഒരു അഭിനിവേശം രൂപപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷവും ബസ്സുകളിലും ബീച്ചുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പള്ളികളിലും ഞാൻ അതേ ദൗത്യം തുടർന്നു. ആഗ്രഹിക്കുന്ന ആർക്കും ബൈബിളുകൾ സൗജന്യമായി നൽകി. ആളുകൾ സൗജന്യ ബൈബിളുകൾ പണത്തിനായി വിൽക്കുന്നതായി ചിലർ എനിക്ക് അറിവ് നൽകിയപ്പോൾ പോലും അങ്ങനെയെങ്കിലും ആരെങ്കിലും ദൈവവചനം സ്വീകരിക്കുകയും അത് വായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ശാന്തമായി മറുപടി നൽകി. ഇന്ന് ദൈവകൃപയാൽ ആയിരക്കണക്കിന് ബൈബിളുകൾ തമിഴ്നാട്ടിലുടനീളം വിവിധ ഭാഷകളിൽ വിതരണം ചെയ്യപ്പെടുന്നു. 2023 സെപ്റ്റംബറിൽ എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് ഈ ശുശ്രൂഷ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ തുടരാൻ അവൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. JCD പ്രഭാകർ തൻ്റെ ഔദ്യോഗിക പദവിക്കപ്പുറം തൻ്റെ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് വാചാലനാകുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ നോക്കാം. മണിപ്പൂരിൽ 3 ബാപ്റ്റിസ്റ്റ് പാസ്റ്റർമാരെ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി. സംഭവം പാസ്റ്റർമാർ സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങവേ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 3 വർഷങ്ങൾക്ക് ശേഷവും മണിപ്പൂരിൽ ക്രൈസ്തവരുടെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. പാർട്ടി അണികളെക്കാൾ കൂടുതൽ ക്രൈസ്തവർ രാജ്യത്ത്. ചൈനയിൽ ക്രൈസ്തവ സഭയുടെ വളർച്ച തടയാൻ ബൈബിൾ തിരുത്തി എഴുതുന്നതടക്കം കടുത്ത നിയന്ത്രണങ്ങളുമായി ഭരണകൂടം. പാസ്റ്റർ S. എബ്രഹാം പെന്തക്കോസ്ത് മിഷൻ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ. 100-ലധികം പേർ കൊല്ലപ്പെട്ടു. 217 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. 9 മാസത്തിനിടെ നേരിട്ട വെല്ലുവിളി വിവരിച്ച നൈജീരിയൻ കത്തോലിക്ക സഭ. യുവ ക്രൈസ്തവർക്കിടയിൽ ബൈബിൾ വായനയും താല്പര്യവും വർദ്ധിക്കുന്നു. പുതിയ ഗ്ലോബൽ സർവേ ഫലം പുറത്ത്. ആരാധനാലയങ്ങൾക്ക് മുന്നിലെ അതിക്രമങ്ങൾ തടയാൻ പുതിയ നിയമം. സേക്രഡ് ആക്ടുമായി അമേരിക്ക. ഈജിപ്തിൽ 191 ക്രിസ്തീയ ആരാധനാലയങ്ങൾക്ക് കൂടി ഔദ്യോഗിക അനുമതി. മധ്യപ്രദേശിൽ വീണ്ടും പാസ്റ്റർമാർ കസ്റ്റഡിയിൽ. ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതായി പരാതി. ഇറാന്റെ ആക്രമണം. UAE-യിൽ സ്കൂളുകളും കോളേജുകളും അടച്ചു. നിലവിൽ ഓൺലൈൻ പഠനം. കുവൈറ്റിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി DGCA. ഔദ്യോഗികവും അംഗീകൃതവുമായ വിമാന കമ്പനികളിൽ നിന്നല്ലാതെ ടിക്കറ്റുകൾ എടുക്കരുതെന്ന് മുന്നറിയിപ്പ്. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട്. ബൈബിൾ വിതരണം ജീവിതവ്രതമാക്കിയ ഒരു നിയമസഭാ സാമാജികൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.